അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാക്കുന്നേൽ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാക്കുന്നേൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അത് വിലയിരുത്തുകയും ഇനി വരുന്ന വർഷം പോരായ്മ തിരുത്തിക്കൊണ്ട് മുന്നേറുവാനുമുള്ള ഒരു അവലോകന യോഗം കൂടിയാണ് ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 അധ്യാപകർ ഇന്ന് ഇവിടെ നിന്ന് വിരമിക്കുന്നുണ്ട്. ശ്രീമതി ജയന്തി ടി.എസ്., അതുപോലെ തന്നെ ശ്രീ ജോൺ പോൾ റോബ്സൺ. ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിന് വിരാമം കുറിക്കുന്ന ജയന്തി ടി.എസ്., ജോൺ പോൾ റോബ്സൺ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. അവർക്ക് പ്രശംസാ ഫലകവും പൊന്നാടിയും നൽകി ആദരിച്ചു. കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കും സംസ്ഥാന ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ അഭിമാന നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തന രംഗങ്ങളിലും മാധ്യമരംഗത്തും മികച്ച സംഭാവനകൾ നൽകിയവരെ യോഗത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, വാർഡ് മെമ്പർ ആന്റണി കുഴിക്കാട്ട്, ഹെഡ്മാസ്റ്റർ സി രാജശേഖരൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അജിത കുമാരി TR, PTA പ്രസിഡന്റ് ടിൻസി ഷിജു, SMC ചെയർമാൻ N രാജേന്ദ്രൻ, നിസാർ ബിസ്മി, ജെയ്സൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.